പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ കർത്താവിൻ്റെ മഹിമ നമ്മളിൽ വെളിപ്പെടുവാനിടയാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ചെരുപ്പിടാൻ കഴിയാതെ വണ്ണം ചെളി ചവിട്ടി ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ജീവിതം കൈപ്പായിരുന്ന ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ച ദൈവം നമ്മയും ഇന്ന് പകൽക്കാലം കടാക്ഷിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. കടാക്ഷിക്കുക മാത്രമല്ല, നമ്മളെ സംരക്ഷിക്കട്ടെ, നമ്മളെ പരിപാലിക്കട്ടെ. എല്ലാ ദൈവമക്കളും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ സംരക്ഷിച്ചതുപോലെ, സൂക്ഷിച്ചതുപോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സഭയും സഭാ കുടുംബങ്ങളെയും അതേപോലെ പരിപാലിക്കുവാൻ ദൈവം ഇട നൽകണമേ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കൾ ഉദാസീനരാകരുത്. ദൈവമക്കൾ ഉദാസീനതയാകുന്ന രണ്ട് സ്ഥലമാണ്. ഒന്ന് ആലയവും, രണ്ട് ദൈവഭവൻ, നമ്മുടെ വീടുകളും. നമ്മൾ കുടുംബശ്രീ മുതൽ മറ്റ് തൊഴിലുകൾ വരെ പോകുന്നവർ നോക്കിയാൽ അവർ ആ തൊഴിലിന് പോകുമ്പോൾ അവർക്ക് ഒരു ക്ഷീണവുമില്ല. ഉണ്ടോ? കുടുംബശ്രീക്ക് പോയി ഇത്രയും അളന്നിട്ട് കൊടുക്കും. ആ അളന്നിട്ട് കൊടുക്കുന്നത് ചെയ്തു തീർക്കാൻ അവർക്ക് ഒരു ക്ഷീണവുമില്ല. അവർക്ക് ഒരു ദേഹത്തിന് ഒരു വേദനയുമില്ല, ഒരു ഭാരവുമില്ല. അതേപോലെ മറ്റു തൊഴിലുകൾക്ക് പോകുന്നവർ, അവർക്കും ആ തൊഴിൽ ചെയ്യുമ്പോൾ എന്തില്ല, ഒരു ക്ഷീണവുമില്ല, ഒരു ഭാരവുമില്ല. പക്ഷേ അവരെ ഭാരവും ക്ഷീണവും എല്ലാം വരുന്നത് എവിടെയാണ്? ഒന്ന് പ്രാർത്ഥനാ സ്ഥലത്ത്, രണ്ട് സ്വന്തം ഭവനത്തിൽ. കാരണം ഇത് രണ്ടിടത്തും അവരെ താങ്ങാൻ എന്തുണ്ട്? ഒരു ക്ഷീണം വന്നാൽ പ്രാർത്ഥിച്ച് താങ്ങാൻ മറ്റൊരാളുണ്ട്. വീട്ടിൽ വന്നാൽ അവർ ചെയ്യേണ്ട ജോലി ചെയ്യാൻ മറ്റൊരാളുണ്ട്. അതുകൊണ്ട് അവർക്ക് ക്ഷീണങ്ങളും. പക്ഷേ ഈ സമയം നിങ്ങൾ ഉദാസീനതരായാൽ വലിയ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. മൊർദെഖായി ഹാമാൻ എസ്തേറിനോട് പറഞ്ഞതുപോലെ, ഈ സമയം നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരിടത്തുനിന്ന് രക്ഷ വരും, പക്ഷെ നശിക്കുന്നത് നീയും നിൻ്റെ കുടുംബവുമായിരിക്കും. ഇത് നീ മറന്നു പോകരുത്. മറന്നു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാകുക. അല്പസമയം കിട്ടിയാലും തിരുവചനം വായിച്ച് ദൈവത്തോട് ആ വചനത്തിൽ നിന്നുകൊണ്ട്, ദൈവമേ എന്നെ ഒന്ന് സൂക്ഷിക്കുവാൻ. ഈ ലോകത്തിൽ മരുന്നുകൾ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ അതൊന്നും നമ്മുടെ ശരീരത്തിന് സൂക്ഷ്മതയല്ല. അത് കഴിച്ചു കഴിയുമ്പോൾ ഒരു രോഗത്തിൽ വിടുതൽ കിട്ടുമ്പോൾ മറ്റൊരു രോഗം നമ്മളെ ശരീരത്തിലേക്ക് കടന്നു വരും. അതേസമയം പ്രാർത്ഥനയിൽ കൂടെ കിട്ടുന്ന രോഗസൗഖ്യം ഒരിക്കലും മറ്റൊരു രോഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ദാവീദിനാൽ രചിക്കപ്പെട്ട ഈ സങ്കീർത്തനം വായിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി. ദാവീദിൻ്റെ രണ്ട് ആവശ്യങ്ങളാണ് 3 വാക്യങ്ങളിൽ കൂടെ നമ്മൾ വായിച്ച് കേട്ടത്. ഒന്നുകൂടെ വായിച്ചേ, 1 തൊട്ട് 3 വരെയുള്ള വാക്യം. ഒന്ന്, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത് നീ കേൾക്കാതിരിക്കരുത്. നീ കേൾക്കാതിരുന്നാൽ, നീ മിണ്ടാതിരുന്നാൽ ഞാൻ കുഴിയിലിറങ്ങി പോകുന്നവനെ പോലെ ആകാതിരിപ്പാൻ. അടുത്ത, രണ്ടാമത്തെ വിഷയം, ഞാൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് കരങ്ങളെ ഉയർത്തി നിലവിളിക്കുമ്പോൾ എൻ്റെ യാചന നീ കേൾക്കണം.
നോക്കണമേ, ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും എന്നെ വലിച്ചുകൊണ്ട് പോകരുതേ. ഈ രണ്ട് ആവശ്യങ്ങൾ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മുടെ ഇടയിൽ ആരുണ്ട്? ദുഷ്ടനുമുണ്ട്, അകൃത്യം ചെയ്യുന്നവനും ഉണ്ട്. അവരോട് എന്നെ വലിച്ചുകൊണ്ട് പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ആദ്യത്തെ ഭാഗത്തിൽ പറയുന്നു, നീ മൗനമായാൽ ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകും. പ്രിയ ദൈവമക്കളെ, എന്താ 46-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ എന്താ പറയുന്നു? മിണ്ടാതിരുന്ന് നീ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറയുന്നു. അപ്പം ഇത് രണ്ടും പറയുന്നത് ദാവീദ് തന്നെയാണ്. ഒന്ന് മിണ്ടാതിരിക്കാൻ പറയുന്നു, രണ്ട് മിണ്ടണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതിൽ ഏത് നമുക്ക് എടുക്കാം? കർത്താവും പറഞ്ഞു, നിങ്ങൾ മൗനമായിട്ട് അറയിൽ കയറിയിരുന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന കർത്താവ് നിങ്ങൾക്ക് രഹസ്യത്തിൽ പ്രതിഫലം തരും. എന്നാൽ കർത്താവ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ ആർക്കാതിരുന്നാൽ ഈ കല്ലുകൾ ആർക്കും. അപ്പൊ ഏതെടുക്കണം? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയാം, പ്രിയ ദൈവമക്കളെ, ഇതിൽ മൗനമാകുന്നതാ നല്ലത്. മൗനമാകുന്നതാ നല്ലത്. കാരണം ഞാൻ പറഞ്ഞ ഈ ഉണ്ടായിരുന്നാൽ ഈ കല്ലുകൾ ആർക്കുമെന്ന് പറഞ്ഞത് ലൂക്കോസ് 19-ാം അധ്യായത്തിലാണ്. എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് ആരും ഇതുവരെ കയറാത്ത ഒരു കഴുതക്കുട്ടിയെ കിട്ടിയിരിക്കും. നിങ്ങൾ ചെന്ന് അതിനെ അഴിക്കണം. അഴിച്ചിട്ടത് അഴിക്കുമ്പോൾ അതിൻ്റെ ഹല്യാസ്തോത്രം യജമാനൻ ചോദിക്കും, ഉടയവനല്ല യജമാനൻ ചോദിക്കും, അല്ല എന്തിന് നിങ്ങൾ ഈ കഴുതക്കുട്ടിയെ അഴിക്കുന്നു? അപ്പോൾ നിങ്ങൾ പറയണം, ഇതിനെ ഉടയവന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പം യജമാനല്ല, ഇതിനൊരു ഉടയവനുണ്ട്. ഇതിന് ഒരു ഉടയവനുണ്ട്. അത് ചെല്ലേണ്ട സ്ഥലത്തെത്തണം. ആ കഴുതക്കുട്ടി പോകേണ്ട സ്ഥലത്തെത്തണം. അതിന് തടസ്സമായിട്ടാണ് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത്? കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ അഴിച്ചു. അതിനെ അഴിച്ച് കൊണ്ടുവരുമ്പോൾ കർത്താവ് ആ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിട്ട് എങ്ങോട്ടാ പോയത്? യെരൂശലേമിലേക്ക്. അവിടെ ആർപ്പ് നടക്കുമ്പോൾ ജനം പറഞ്ഞു ഇവരോട് നിർത്താൻ പറയാൻ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് എന്താണ്? പക്ഷെ അടുത്ത കർത്താവ് പറഞ്ഞ സെന്റൻസ് ആണ് ഭയങ്കരം. ഹല്യാസ്തോത്രം. യെരൂശലേമേ, ഇന്ന് നീ ആർക്കുന്നത് കൊള്ളാം, നാളെ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. ആ സമാധാനം നഷ്ടപ്പെടാൻ ഇതാ തൊട്ടടുത്ത് നഷ്ടപ്പെടാൻ പോകുക. ഹല്യാസ്തോത്രം. കാരണം ശത്രു നിന്നെ വളഞ്ഞിരിക്കുക, വടകോരി നിന്നെ തല്ലിയിട്ട് ഈ ആലയത്തെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിച്ചു കളയുന്ന ഒരു കാലഘട്ടം വരും. നീ ആർക്കുന്നത് കൊള്ളാം, പക്ഷെ നിനക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. നീ ആർക്കുന്നത് കൊള്ളാം, നാളത്തെക്കുറിച്ച് നിനക്കൊരു ദർശനമുണ്ടാകണം. നീ പാടുന്നത് കൊള്ളാം, നിന്റെ ജീവിതത്തെക്കുറിച്ച്, ഈ ആലയത്തെക്കുറിച്ച്, നാളത്തെക്കുറിച്ച് നിനക്കൊരു ദർശനത്തോടെ ആയിരിക്കണം നീ ചെയ്യാൻ. ജനമാർക്കുമ്പോൾ കർത്താവ് കണ്ടത് AD 70 തീത്തോസ് കൈസർ ആലയത്തെ ഇടിച്ച് 6 ലക്ഷം യഹൂദന്മാരെ കൊന്ന്, ഗർഭിണികളെന്നില്ലാതെ മറ്റുള്ളവരെ കൊന്ന് ഈ ആലയത്തിനകത്ത് രക്തമൊഴുക്കുന്നത് കർത്താവ് കണ്ടു. നാളത്തെക്കുറിച്ച് കർത്താവ് കണ്ടു. ഈ കാഴ്ചപ്പാടില്ലെങ്കിൽ നീ ആർക്കരുത്. നാളത്തെക്കുറിച്ച് നിനക്കൊരു ദർശനമില്ലെങ്കിൽ നീ ദൈവസന്നിധിയിൽ തുള്ളിയിട്ട് ഒരു കാര്യവും ഇല്ല. അതാ കർത്താവ് സൂചിപ്പിച്ചത്. അതേസമയം നിന്റെ ആവശ്യമെന്ത്? നാളത്തെക്കുറിച്ചുള്ള ആവശ്യമെന്ത്? ഇന്നത്തെക്കുറിച്ചുള്ള ആവശ്യമെന്ത്?
അത് രഹസ്യത്തിൽ കാണുന്ന കർത്താവിനോട് നീ പ്രാർത്ഥിച്ചാൽ രഹസ്യത്തിൽ കാണുന്ന കർത്താവ്, നീ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ രഹസ്യത്തിൽ കാണുന്ന കർത്താവ് രഹസ്യത്തിൽ മറുപടി തരും. അപ്പം ഏത് നല്ലത്? പറ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കണം, കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം ഗെത്സമന തോട്ടത്തിൽ നിന്ന് പിടിക്കപ്പെടുകയാണ് അല്ലേ? മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 51 ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇവിടെ കർത്താവിനെ പിടിക്കാനായിട്ട് ഒരു കൂട്ടം ജനം വന്നു. ഗെത്സമനയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട്, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, ഗദബയിൽ തകർക്കപ്പെട്ട്, കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട്, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, അമരിയത്തിൻ്റെ കല്ലറയിൽ ഉയർത്തെഴുന്നേൽറ്റ്, അല്ലെ ഇത്രയും ശക്തിയോടെ ജീവിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് അല്ലെ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ പിതാവിനോട് ആവശ്യപ്പെട്ടാൽ 12 ലെഗ്യോൻ ദൂതന്മാരെ ഇവിടെ ഇറക്കാൻ കഴിയും. പക്ഷെ ഞാൻ ആവശ്യപ്പെടില്ല. ആവശ്യപ്പെട്ടാൽ ഇറക്കും. പക്ഷെ ഞാൻ എന്ത് ചെയ്യില്ല? ആവശ്യപ്പെടില്ല. എന്തുകൊണ്ട്? തൊട്ട് മുമ്പ് കർത്താവ് പ്രാർത്ഥനയിൽ പറഞ്ഞു, എനിക്കിത് കഴിയില്ല, എനിക്ക് ഈ പാനപാത്രം വഹിക്കാൻ കഴിയില്ല. കഴിയുമെങ്കിൽ ഇതിനെ ഒന്ന് നീക്കി തരണം. പക്ഷേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറുകയും വേണം. അനുവാദം കൊടുത്തു ദൈവ ഇഷ്ടത്തിന്. പിന്നെ ഇവിടെ അപേക്ഷിക്കാൻ പറ്റുമോ? അപ്പം പിന്നെ വാക്ക് മാറിയില്ലേ? നമ്മൾ ദൈവ ഇഷ്ടത്തിന് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ പറയുകയാണ് ഈ കഷ്ടതയിൽ നിന്ന് എന്ത് ചെയ്യണം? ആ പറയണത് തന്നെ തെറ്റല്ലേ? ആണോ അല്ലേ? നമ്മൾ സ്നാനമാക്കുന്നു എന്തിന്? അവൻ്റെ മരണത്തിന് പങ്കാളിയാകാൻ. പിന്നെ പറയുകയാണ്, കർത്താവേ ഈ കഷ്ടതയൊന്നും എനിക്ക് താങ്ങാൻ. ഇത് തന്നെ വിരോധമായ ഒരു പ്രാർത്ഥന അല്ലേ? ആണോ അല്ലേ? പ്രിയ ദൈവമക്കളെ, പലതും നമ്മൾ സമ്മതിച്ചു കൊടുത്തിട്ട്, ദൈവം അനുവദിച്ചു കൊടുത്തിട്ട് നമുക്ക് സംഭവിക്കുന്നു. പലതും നമ്മളെല്ലാം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. സ്നാനക്കടവിലേക്ക് പോകുന്നതിന് മുമ്പേ അല്ലേ പറയുകയാണ്, അടുത്ത പ്രാവശ്യം എൻ്റെ ഭാര്യയെ സ്നാനപ്പെടുത്തണം, അടുത്ത എന്നെ മോനെ സ്നാനപ്പെടുത്തണം, മോളെ സ്നാനപ്പെടുത്തണം. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് എന്ത് ചെയ്യും? തീരുമാനം ദൈവത്തോടങ്ങ് പറയുകയാണ്. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, മോൻ്റെ അവിടെ ചോദിച്ചില്ല, മോനെ നിൻ്റെ ജീവിതം എങ്ങനെ, നീ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കണമെന്ന് ഒന്നും ചോദിച്ചില്ല. നമ്മളെ മനസ്സുകൊണ്ട് എന്ത് ചെയ്തതാണ്? നമ്മളെ ആഗ്രഹം അങ്ങ് പറഞ്ഞു. ആരെടുത്ത്?
ദൈവത്തോട്. വീട്ടിൽ വന്ന് ചോദിക്കുകയാണ്, എടാ നീ സ്നാനം പറഞ്ഞു കേട്ടാ. അവൻ പറയണം, നിങ്ങൾക്ക് പട്ട, എനിക്കെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളെപ്പോലെ മാലയും കമ്പലും ഒക്കെ ഊരിക്കൊണ്ട് മുരയില്ലാത്ത കന്നാലി പോലെ നടക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കില്ല എന്ന് മറുപടി. ഞാൻ എടുക്കേണ്ട തീരുമാനം എൻ്റെ തീരുമാനം എനിക്ക് മാത്രം. തൊട്ടടുത്തിരിക്കുന്ന മോൻ്റെ തീരുമാനം പോലും എടുക്കാൻ, അല്ലെങ്കിൽ ഒരു കട്ടിലിൽ കിടക്കുന്ന ഭാര്യയുടെ അഭിപ്രായം പോലും ഞാൻ പറയാനുള്ളതല്ല. നിങ്ങൾ മനസ്സിലായ? അത് അവർ പറയണം. അവളെ തീരുമാനം എന്താണെന്ന് നമ്മൾ ചാടിക്കയറി പറയുമ്പോഴാണ് ദൈവസന്നിധിയിൽ കുഴപ്പങ്ങളുണ്ടാകുന്നത്. അതല്ല, നമ്മൾ തീരുമാനമെടുക്കണമെങ്കിൽ ആദ്യമേ അവളോട് പറഞ്ഞിരിക്കണം, ഇന്ന ഇന്ന രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോണത്. അതിൽ പ്രകാരം ജീവിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ മാത്രമാണ് നീ എന്നോട് എൻ്റെ ജീവിതത്തിൻ്റെ പങ്കാളിയാകാനെന്ന്. അതവൾ സമ്മതിക്കുകയും, സമ്മതിച്ചിട്ട് ഇവിടെ വന്ന് വേലത്തനം കാണിച്ചാൽ പിന്നെ ദൈവവും അവളുമായിട്ട് തീരുമാനിക്കും. ഒന്നിനും ദൈവം പുറകോട്ട് പോകുന്നില്ല. നമ്മുടെ വാക്കിന് ഒരു നിസ്സാര സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ പോലും ആ വാക്കിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കണക്ക് കൊടുക്കേണ്ടി വരും. കണക്ക് നോക്കുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ. കണക്ക് നോക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ. ആ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ പറയുമ്പോൾ ഒരു വട്ടമല്ല 100 വട്ടം ആലോചിക്കണം, എനിക്കത് ചെയ്യാൻ കഴിയുമോ എന്ന്. ഇവിടെ താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടത മുഴുവനും കർത്താവ് മുൻകൂട്ടി അറിഞ്ഞിട്ടാ വന്നത്, ഇല്ലേ? കർത്താവ് 16-ാം അധ്യായം തൊട്ടേ പറഞ്ഞു, ഞാൻ യെരുശലേമിൽ പോകും, അവിടെ വെച്ച് മൂപ്പന്മാർ എന്നെ പിടിക്കും, എന്നെ തല്ലും, എന്നെ ന്യായം വിസ്തരിക്കും, എന്നെ ക്രൂശിക്കും, ഞാൻ മരിക്കും, 3-ാം നാൾ. ഇത് കർത്താവ് മുൻകൂട്ടി പറയുക. ഈ കഷ്ടം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഗത്സമനയിൽ കർത്താവ് എന്ത് ചെയ്തത്? വന്നത് തന്നെ. ആ വന്ന കർത്താവിന് വേണ്ടി ഒരുത്ത വാളും എടുത്തുകൊണ്ട് ചാടി. അവനോട് കർത്താവ് പറഞ്ഞേണ്ട, വാളെടുത്തവൻ, നീ വാളെടുത്താൽ നിനക്ക് വാളിലുള്ള മരണം കിട്ടും. നീ വചനമെടുത്ത് ഒരുത്തനെ കുത്തിയാൽ ആ വചനം നിന്നെ തിരിച്ചു കുത്തും. ദൈവം പറഞ്ഞിട്ട് നീ കുത്തേ വെട്ടേ ചെയ്, അതെന്ത് ചെയ്യില്ല, പ്രതികൂലമാകില്ല. അതേസമയം ദൈവം പറയാതെ ഒരു തിരുവചനമെടുത്ത് ഞാൻ ഒരാളെ വെട്ടിയാൽ ആ വചനത്തിന് ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും, ഉറപ്പായിട്ടും കൊടുക്കേണ്ടി വരും. ഇതാ കർത്താവ് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു, ഇനി എനിക്കിതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല. അടുത്ത് നോക്കണമേ, അതിൻ്റെ 59-ാം വാക്യം വായിച്ച 26-ന്റെ 59. ആ യേശു കർത്താവ് മിണ്ടാതെ ഇരുന്നു. എല്ലാവരും കള്ളസാക്ഷി പറയുന്നത് നമ്മൾ മിണ്ടാതിരിക്കുമോ? കർത്താവ് നമുക്കൊരു മാതൃക വയ്ക്കുകയാ, അല്ലേ?
പത്രോസ് പറയുന്നു അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയെന്ന്. ഇവിടെ വന്ന് എല്ലാവരും കള്ളസാക്ഷി പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുമോ? നമ്മൾ നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ എന്തെല്ലാം സമർപ്പിക്കാനുണ്ടോ അതെല്ലാം നമ്മൾ സമർപ്പിക്കും. എന്നാൽ കർത്താവ് ഇവിടെ എന്ത് ചെയ്തില്ല? മിണ്ടിയില്ല. വേണമെങ്കിൽ കർത്താവിന് പറഞ്ഞ് കർത്താവിൻ്റെ ഭാഗം ന്യായീകരിച്ച് ഈ കുറ്റത്തിൽ നിന്ന്, ഈ ശിക്ഷയിൽ നിന്ന് മോചിതപ്പെടാം. അല്ലെ, പീലാത്തോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ, ഇവനിൽ ഞാൻ ഒരു കുറ്റവും, അല്ലെ, ലൂക്കോസ് 23:4 അവിടെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും, വായിച്ചേ, ഞാൻ ഈ മനുഷ്യരിൽ ഒരു കുറ്റവും കാണുന്നില്ല. കർത്താവിനെ കൊല്ലാൻ നിന്ന ഹെരോദാവ് 14, അതിൻ്റെ 14 വാക്യം, കണ്ടോ? ഹെരോദാവ് ആദ്യം മുതലേ കർത്താവിനെ ഭയപ്പെട്ടവനും കൊല്ലാൻ നിന്നവനും, അവനും പറയുകയാണ് കർത്താവിൽ എന്തില്ല, കുറ്റമൊന്നും കാണുന്നില്ല. അങ്ങനെ അവർ പറയുമ്പോൾ കർത്താവ് എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞിരുന്നെങ്കിൽ കർത്താവിനെ എന്ത് ചെയ്യാം? വെറുതെ വിടാം. പക്ഷെ ഇവിടെ കർത്താവ് എന്ത് ചെയ്യുന്നില്ല, ഒറ്റ അക്ഷരം. എന്താ പ്രിയ ദൈവമക്കളെ അങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നതിന് കാരണം എന്താ കാരണം? ഒന്ന് പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21 തൊട്ട് വായിച്ചേ. ഒന്ന് പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 1 പത്രോസ് 2:21 തൊട്ട്, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. കണ്ടാ പ്രിയ ദൈവമക്കളെ, ഞാനൊന്ന് പറയാം. കഠിനമായ ദുഃഖം വരുമ്പോൾ, വേദന വരുമ്പോൾ, നമ്മുടെ മനസ്സ് നുറുങ്ങുമ്പോൾ, നമ്മുടെ എവിടെയാണോ നീ ഇരിക്കുന്നത് അവിടെ കയറിയിരുന്ന് ഒന്ന് കണ്ണുനീരോടെ മൗനമായി നിന്റെ ഹാല്യാസ്തോത്രം ചെയ്യുന്നു, ഒന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. പക്ഷെ നിന്റെ കണ്ണിൽ ഹൃദയം നുറുങ്ങണം, കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകണം. ഇവിടെ കർത്താവ് നമുക്കൊരു മാതൃക വയ്ക്കുക. നീ മറുപടി പറയരുത്, പ്രതികൂലമായി നീ എണീക്കരുത്. കാരണം എൻ്റെ കർത്താവ് നമുക്കൊരു മാതൃക വെച്ചു. ഹെരോദാവിൻ്റെ മുമ്പിൽ, പീലാത്തോസിൻ്റെ മുമ്പിൽ, തനിക്കെതിരെ പണം വാങ്ങി കള്ളസാക്ഷി പറയാൻ വന്നവരുടെ മുമ്പിൽ ഒക്കെയും ഒരു മാതൃക കർത്താവ് നമുക്ക് വെച്ച് പോയത്. ആ മാതൃക വെച്ചതിന് രണ്ടാമത്തെ ഉദാഹരണം യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. നോക്കണമേ, കർത്താവ് ഒരു സാഹസവും ആരെയും അടിച്ചിട്ടില്ല, ആരുടെയും അതിരു തോണ്ടിയിട്ടില്ല, ആരുടെയും നന്മ പിടിച്ചു പറിച്ചിട്ടില്ല. സാഹസം ഒന്നും എന്ത് ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചന എന്ന് പറയുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. നോക്കണമേ, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ദുഷ്ടന്മാരോട് കൂടെ അവന് ശവക്കുഴി കൊടുക്കുക എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. ഏറ്റവും അവസാനം കർത്താവ് മരിച്ചത് ആർക്ക് വേണ്ടി? ഏറ്റവും അവസാനം ബറാബാസിന് വേണ്ടി.
ഒരു മാറ്റുകച്ചവടത്തിന് പീലാത്തോസ് തയ്യാറായില്ലേ? ഉത്സവത്തിന് ഞാൻ ഒരാളെ വിട്ടുതരും, അതിൽ ഈ കൊലക ചെയ്യുന്നവനോ കലക്കമുണ്ടാക്കുന്നവനോ ആയ ബറാബാസിനെ വേണോ, നിങ്ങൾക്ക് യേശു എന്ന് പറയുന്ന നസ്രയനായ കുലത്തിൻ്റെ രാജാവിനെ വേണോ? ഒരു മാറ്റം. അപ്പോൾ കർത്താവിന് കിട്ടേണ്ട ശവക്കുഴി ഏതാ? ബറാബാസിന്റെ അല്ലേ? ആണോ? അതല്ലേ ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തത്? ഒരു ദുഷ്ടൻ മരിക്കുന്നത് പോലെയല്ലേ എൻ്റെ കർത്താവ് മരിച്ചത്? തൊട്ടപ്പുറവും ഇപ്പുറവും രണ്ട് കള്ളന്മാരല്ലേ ഉണ്ടായിരുന്നത്? അവിടെ കിടന്ന് മരിച്ചില്ലേ? പക്ഷേ ലോകർ കാണുന്ന മരണം പോലെ അല്ല കർത്താവിൻ്റെ മരണം. അവൻ മരണത്തിൽ സമ്പന്നന്മാരുടെ കൂട്ടത്തായിരുന്നു. ലോകം കണ്ടത് രണ്ട് കള്ളന്മാരുടെ നടുവിലാണ് കർത്താവ് മരിച്ചതെങ്കിലും അടുത്തവിടെ പറയുന്നു, അവൻ മരണത്തിൽ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. അടുത്ത വാക്യം, എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടമായി നടക്കുന്നത് കാൽവരിയിൽ ഗെത്സമനയിൽ പറഞ്ഞില്ലേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. സമ്മതിച്ചു കൊടുത്തില്ലേ? ആ സമ്മതം ഇവിടെ പറയുകയാണ്. അവനെ തകർക്കാൻ അവന് ഇഷ്ടം തോന്നി. അപ്പന് നമ്മളെ തകർക്കണമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമേ നടക്കും. അതിന് ഏൽപ്പിച്ചോട്, അതിന് ഏൽപ്പിച്ചുകൂടാ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് പിടിക്കാൻ നിൽക്കരുത്. മരിക്കണമെന്ന് പറഞ്ഞാൽ പോട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഇഷ്ടം, അയ്യോ എനിക്ക് കുറച്ചുകൂടെയൊക്കെ ജീവിക്കണം, കുറച്ചുകൂടെയൊക്കെ വെട്ടിപ്പിടിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. പണ്ട് ഒരു ഇരിപ്പിലിരുന്നും കൊണ്ട് 10 മാങ്ങ വരെ തിന്നും. ഓട്ടക്കടം മാങ്ങേ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ ഇവരൊക്കെ തിന്നുമ്പോൾ നോക്കിയോണ്ട് ഞാൻ ഇരിക്കണം. എന്തിനാ ഈ കിടക്കണത്? ഹല്ലേലൂയ, സ്തോത്രം അല്ലേ? പ്രിയ ദൈവമക്കളെ, ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹിക്കുക പോവുകയാണ്. ദൈവം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഭവിച്ചേ മതിയാവും. അവനെ തകർക്കാൻ പിതാവിന് ഇഷ്ടം തോന്നി. കണ്ട, ഒരു അകൃത്യയാഗമാ നടക്കുന്നത്, മരണമല്ല. നിങ്ങൾക്ക് മനസ്സിലായ? ഒരു അകൃത്യയാഗം ഇവിടെ നടക്കുക, അല്ലാതെ മരണമല്ല. ഈ അകൃത്യയാഗം ഉണ്ടായിട്ട് അടുത്തവൻ കാണാൻ പോകുന്നത് അവന്റെ സന്തതിയെ. അപ്പൊ ഈ യാഗം നടക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ കിടന്ന് എന്ത് ചെയ്യാണ്? ഭയം. ഒരു അകൃത്യ യാഗമുണ്ടായിട്ട് അടുത്ത ദീർഘായുസ്. ഇടയ്ക്ക് പറഞ്ഞു, ഇയ്യോബ് പറഞ്ഞു, ഞാൻ പാതാളത്തെ മരണ വീടായി പ്രതീക്ഷിക്കുന്നു. 17:13. 30:23 പറഞ്ഞു, എല്ലാവരും ചെന്ന് ചേരുന്ന വീട്ടിൽ ഞാൻ പോകും, തിരിച്ചു വരാൻ ഞാൻ ഉദ്ദേശിക്കണമില്ല. അങ്ങനെ പറഞ്ഞ ഇയ്യോബ് 140 വർഷം
തൻ്റെ മക്കളോടെ 10 മക്കളോടെ ജീവിച്ചെങ്കിൽ, പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്ന ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ആ വീണ്ടെടുപ്പുകാരൻ ഉള്ളിടത്തോളം കാലം നിന്റെ വിശ്വാസമല്ല നടക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി നിന്നിൽ നിറവേറും. ദൈവത്തിൻ്റെ പദ്ധതിയെ നിറവേറും. നീ ഏൽപ്പിച്ചുകൂട്. അവന്റെ സന്തതിയെ കണ്ടിട്ട്, അടുത്ത വാക്യം, ദൈവത്തിന്റെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കണം. ആരെ? ഈ തകർക്കപ്പെടുന്നവന്റെ കയ്യാൽ ദൈവത്തിന്റെ ഇഷ്ടം സാധിക്കണം. അവന്റെ കയ്യാൽ ദൈവത്തിന്റെ ഇഷ്ടം സാധിക്കണം. അല്പം നമ്മൾ സഹിച്ച് നിന്നുകൊടുത്താൽ അടുത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ കൂടെ വെളിപ്പെടും. നമുക്ക് സഹിക്കാനാണ് നമുക്ക് കഴിയാത്തത്. അടുത്ത്, എടാ, അവൻ കഷ്ടപ്പെട്ടില്ലേ? മൗനമായില്ലേ? കവിളത്ത് മുടികൾ പിടിച്ചു പറിച്ചപ്പോൾ, കവിളത്ത് മുഷ്ടി ചുരുട്ടി ഇടിച്ചപ്പോൾ അവൻ ആ ഇടി കൊണ്ട് നിന്നിന് കൊടുത്തില്ലേ? അതെല്ലാം എന്തിനാണ്? അവന്റെ ഇഷ്ടം നിറവേറായി. ഒന്നുകൂടെ വായിച്ച ആ വാക്യം. അവന്റെ പ്രയത്നഫലം, ഇടി കൊണ്ടതിന്റെ ഫലം, തകർക്കപ്പെട്ടതിന്റെ ഫലം അവൻ കണ്ട് തൃപ്തനാകും. ആ ആ കേട്ടാ, ഇവന്മാരാരെങ്കിലും പ്രതീക്ഷിച്ച, ഈ കുറ്റം പറഞ്ഞവരാരെങ്കിലും പ്രതീക്ഷിച്ച മഹാന്മാരോടുകൂടി ഒരു ഓഹരിക്ക് വേണ്ടിയാണ് ഈ മൗനമായി നിൽക്കണമെന്ന്? നമുക്ക് ഈ ഒരു മാതൃക വെച്ചേച്ച് പോയില്ലേ കർത്താവ്? മഹാന്മാരോടുകൂടി ഓഹരി പങ്കിടായി. സത്യമായിട്ടും പ്രിയ ദൈവമക്കളെ, ഞാൻ പറയാം, മണിക്കൂറുകളോളം മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചിന്തയും കയറി വരില്ല. ഒരു മൂലയിലിരുന്ന് അവിടെ ഇരുന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കാം? വിശപ്പും അറിയില്ല, ദാഹവും അറിയില്ല, അങ്ങനെ മൗനമായിട്ട് അങ്ങ് ചെയ്യാം. പക്ഷെ ആത്മീയവാസ്തവത്തിന് നമ്മളെ പലരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരാളുകൂടെ ഉണ്ടെങ്കിൽ, എനിക്ക് ഒരാളുകൂടെ ഉള്ളതാണ് ബുദ്ധിമുട്ട്. കാരണം അവരെ കൂടെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ചുമക്കേണ്ടി വരും. മറ്റത് മൗനമായിരി. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ അപ്പനോട് എന്തെല്ലാം നമുക്ക് പറയാനുണ്ട് ഇല്ലേ? ഈ 61 വയസ്സ് വരെയുള്ള കാര്യം മുഴുവനും പറയാനുണ്ട്. അന്ന് സംഭവിച്ചത്, ഇന്ന് സംഭവിച്ചത്, 8-ാം വയസ്സിൽ സംഭവിച്ചത്, 3-ാം വയസ്സിൽ സംഭവിച്ചത്, 11-ാമത്തെ വയസ്സിൽ സംഭവിച്ചത്, 14-ൽ സംഭവിച്ചത്, എന്തെല്ലാം പറയാനുണ്ട്. ഇതൊക്കെ ഒരു 5-6 മണിക്കൂർ പറഞ്ഞാലൊന്നും തീരില്ല. അതൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കാൻ. ഇതിപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ ഭാര്യ ഇവിടെ ഇരിക്കുകയാണ്, എനിക്കിതെല്ലാം പറയാൻ പറ്റുമോ? ഇനി എൻ്റെ മോൻ ഇരിക്കുകയാണ്, പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും വന്നിരിക്കുകയാണ്, പറയാൻ പറ്റുമോ? മറ്റത് ഒറ്റയ്ക്കാവുമ്പോൾ എന്തെല്ലാം കാര്യം അങ്ങോട്ട് തുറന്ന് പറയാൻ പറ്റും. നീ മൗനമാകുക. നിനക്ക് മഹാന്മാരോടുകൂടി ഒരു ഓഹരി ദൈവം വെച്ചിട്ടുണ്ട്. ആ ഓഹരിക്ക് വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇന്നലെ വാട്സപ്പിൽ ഒരു
കാര്യമായിട്ട് തീർന്നു. ഒരു മോൻ, ഒറ്റ മോൻ. ആ മോനെ കൊണ്ടുവന്ന 28-ാമത്തെ വയസ്സിൽ പെണ്ണ് കെട്ടിച്ചു. വന്ന് കയറിയൻ്റെ അന്ന് മുതൽ ഭാര്യയില്ല, മോനും അപ്പനും മാത്രമേ ഉള്ളൂ. വന്ന് കയറിയൻ്റെ അന്ന് മുതൽ അപ്പന് എവിടെയെങ്കിലും കൊണ്ടുവന്നാക്കണം. നമ്മളെ ജീവിതത്തിനും നമ്മളെ എന്നൊരു പ്രൈവസിയാണ്, എന്താ വാക്ക്, പ്രൈവസിക്ക് തടസ്സമാണ്. അതുകൊണ്ട് അപ്പൻ എവിടെയെങ്കിലും കൊണ്ടാക്കണം. അപ്പൻ ചോദിച്ചു, ഭർത്താവ് ചോദിക്കുകയാണ്, നിൻ്റെ അപ്പം വരുമ്പോൾ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിൻ്റെ അപ്പം വരുമ്പോൾ നിനക്ക് എന്ത് കളി ചിരി, അപ്പനോട് ചെന്നിരിക്കുന്നു, സംസാരിക്കുന്നു, കുഴയുന്നു. എൻ്റെ അപ്പം ഇവിടെ കിടന്ന് വീട് തൂക്കുന്നുണ്ട്, മുറ്റം തൂക്കുന്നുണ്ട്, ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്, വീട് തുടച്ചു പറക്കുന്നുണ്ട്. ഈ അപ്പനെ എവിടെ കൊണ്ടിടണമെന്നാണ് പറയണത്. അപ്പം ഇതെല്ലാം കേട്ടോണ്ട് റൗണ്ട് ചെയ്ത് നടക്കുകയാണ്. ഒടുക്ക മോൻ പറഞ്ഞു, അപ്പാ അവളെ മനസ്സൊന്ന് മാറണത് വരെ, വിവാഹം കഴിഞ്ഞിട്ട് 8-9 വർഷമായി, മനസ്സൊന്ന് മാറുന്നത് വരെ അപ്പം ഗാന്ധി സ്മാരകത്തിൽ, ഗാന്ധി ആശ്രമം അറിയാമല്ല, പത്തനാപുരത്ത്, അവിടെ വന്ന് ഒരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷം അപ്പം നിൽക്കണം. അപ്പം പറഞ്ഞ്, ഓ മക്കളെ, നിൻ്റെ സമാധാനമാണ് എൻ്റെ വലുത്, എനിക്ക് വലുത്, ഞാൻ പോകാം. ഒരു ബാഗിനകത്ത് എല്ലാം പറക്കി അപ്പനെയും കൊണ്ട് എവിടെ പോയി. അവിടെ ഇരുന്ന അമ്മ സഹോദരി, ഒരു പെണ്ണാ പറഞ്ഞ ആൾ, ഇവരെ പേര് രജിസ്റ്റർ ചെയ്യണമല്ലോ. ചോദിച്ചു, പേരെന്ത്? ഗിരീശൻ, 38 വയസ്സ്. അപ്പം നോക്കി, ആ പെൺകുട്ടി നോക്കിയപ്പം 65-70 വയസ്സുള്ള ആള് 38 വയസ്സെന്ന് പറയണത്. അപ്പം മോൻ പറഞ്ഞ്, അപ്പം എൻ്റെ വയസ്സും പ്രായവും അല്ല പറയാൻ പറഞ്ഞത്, അപ്പൻ്റെ പ്രായം. എടാ, ഞാൻ അധ്വാനിച്ചത് വീടും തറയും, നീ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി നിന്നെ കൊണ്ടുവന്നത് ഇവിടെ ആക്കാൻ. ഞാൻ കഷ്ടപ്പെട്ട വീട്ടിൽ നിന്ന്, ഞാൻ അധ്വാനിച്ച ഭൂമിയിൽ നിന്ന് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ പോണമെന്നാ. നിന്നെ ഇവിടെ ആക്കിയിട്ട് ഞാൻ പോകാൻ പോയാണ് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. അവളെയും അടിച്ചിറക്കും. എങ്ങനെയുണ്ട് വീഡിയോ ഉള്ള? അപ്പൊ എല്ലാം മൗനമായി. പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മൾ ദൈവത്തോട് പറയണമെങ്കിൽ ഏകമായിട്ടിരിക്കണം. ലോകത്ത് നടക്കുന്നത് എനിക്ക് ഭവിക്കാതിരിക്കാൻ ഇരിക്കണ്ടേ? മൗനമായിട്ട് ഇതൊക്കെ എന്തിനാ നമ്മളെ കൊടുത്ത് പറയുന്നത്? ടി വിയുടെ ഉപയോഗം എന്താ? ശരിക്കും ടി വിയുടെ ഉപയോഗം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. 3 ദിവസം അവരെ എന്ത് ചെയ്യും? സർവ്വലോകവും കാണിക്കാൻ. അപ്പം ദൈവിക പ്രവർത്തിയെ ലോകത്തിൽ അറിയിക്കാനാണ് ടി വി, അല്ലാതെ എൻ്റെ പോക്രിത്തരം കാണിക്കാനല്ല. അല്ലേ? 105-ാം സങ്കീർത്തനം എന്താ പറയുന്നത്? ജാതികളുടെ ഇടയിൽ അവൻ്റെ സുവിശേഷം അറിയിക്കാൻ. അതിലാണ് ബോക്സും എല്ലാം വെച്ചിരിക്കുന്നത്. അല്ലാതെ കഥകളി നടത്താനും മോർണിംഗ് ഷോ നടത്താനും ഹാല്യാസ്വത്രം ചെയ്യുന്ന ഗാനമേള നടത്താനും അല്ല. അപ്പം അതൊക്കെ അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറയാൻ പ്രിയതകളെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഉപദേശിക്കണമല്ലോ, ഞാനൊരു പഴഞ്ചനാണ്. ഇപ്പം രാജുവണ്ണനും റോസാലണ്ണനും രായണ്ണനും ഒക്കെ എന്നെക്കാളും പ്രായമുണ്ടെങ്കിൽ അവരെ പോലെയല്ല, അവരെക്കാളും പഴഞ്ചനാണ് ഞാൻ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ പഠിച്ച ഉപദേശം എൻ്റെ അപ്പൂപ്പൻ്റെയാണ്. ഇതിൽ നിന്നായിരിക്കും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണത്? വല്ലതുമൊക്കെ
ഉപദേശം പറയുന്നത്. എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയാം. ഒരു രോഗിയെ നോക്കി പെയ്യാൽ എങ്ങനെ പോകണമെന്ന് ഞാൻ പറഞ്ഞു, കുളിച്ചിട്ടേ പോകാവൂ. നിങ്ങളിൽ എത്ര പേരത് ചെയ്യുന്നവരുണ്ട്? കുളിച്ചിട്ടേ പോകാവൂ. എൻ്റെ അമ്മയുടെ അമ്മ ഞാൻ ജനിക്കുന്നതിനൊക്കെ ഒരുപാട് മുമ്പേ മരിച്ചു. പക്ഷേ അപ്പൂപ്പൻ്റെ അമ്മ മരിച്ചത് ഞങ്ങളൊക്കെ ജനിച്ചതിന് ശേഷം 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. ഏകദേശം 104 വയസ്സ് വരെയൊക്കെ കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. ആ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടന്നാൽ 6 മണിക്ക് ശേഷം ഒരാൾ രോഗിയെ അമ്മച്ചിയെ കാണാൻ വന്നാൽ കാണിക്കില്ല, അപ്പൂപ്പൻ കാണിക്കില്ല. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം രോഗിയെ കാണാൻ പാടില്ലെന്നാ. അങ്ങനെ കാണണമെന്നുള്ളവർ ഒരു 2-3 മണിക്കൂർ മാറ്റി വെച്ച് വേണമെങ്കിൽ വന്ന് കാണണം, അല്ലാത്തവർ കാണണ്ട. കാരണം ഈ രോഗം കുറയില്ല എന്ന്. ഞാൻ ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. ആളുകൾക്ക് ഭയങ്കര തിരക്കായിരിക്കും, ആരും വിളിക്കില്ലല്ലോ വന്നിത്തിരി കണ്ടിട്ട് പോവാൻ. നിനക്ക് പറ്റുമെങ്കിൽ പകൽ വെട്ടമുള്ളപ്പോൾ സൂര്യനുള്ളപ്പോൾ എന്ത് ചെയ്യണം? ചെന്ന് കണ്ടാൽ മതി. അല്ല രാത്രി പടച്ചടിച്ച് ഓടേണ്ട കാര്യമൊന്നും ആ വ്യക്തിക്ക് വേണ്ടി ഒരു 2-3 മണിക്കൂർ മാറ്റി വയ്ക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നീ എന്തൊരർത്ഥത്തിൽ പോകണം? ശപിക്കപ്പെട്ടവനോ രോഗിയായി കിടക്കുകയും ചെയ്യണം, ചെന്ന് കണ്ടില്ലെങ്കിൽ എന്തൊരു പറയും, എന്തൊരു കരുതും എന്നും പറഞ്ഞുകൊണ്ട് ഓടുന്നവരുണ്ട്. വേണ്ട, അങ്ങനെ പോണ്ട. ദൈവം സത്യമായിട്ടും അങ്ങനെ പോകരുത്. ഒഴുക്കുന്നിലും അപ്പൂപ്പൻ്റെ വീട്ടിൽ കിണറുണ്ട്, കോവളത്തും കിണറുണ്ട്. രണ്ടും ഞാൻ കണ്ടു വളർന്ന ഒരു കാര്യമുണ്ട്. 6 മണിയാവുമ്പോൾ തൊട്ടിയും കയറും എന്ത് ചെയ്തിരിക്കും? അഴിച്ചെടുത്ത് ഉരക്കളത്തിൽ കൊണ്ടുവയ്ക്കും. പിന്നെ കുടിക്കാൻ വെള്ളം പോലും കോരാമില്ല. അതിനു മുമ്പേ വേണമെങ്കിൽ എന്ത് ചെയ്യണം? കോരി വെച്ച വെള്ളം. 6 മണിക്ക് ശേഷം തൊട്ടിയുടെ ശബ്ദം, കപ്പിയുടെ ശബ്ദം കേട്ടാ ദാരിദ്ര്യം ഉണ്ടാവുന്ന. ഇപ്പൊ നമുക്കെന്തില്ല? ഏത് സമയത്തും വെള്ളം കോരും, കിണറുണ്ടെങ്കിൽ. അടുത്ത പൈപ്പുണ്ടെങ്കിൽ ഏത് സമയത്തും പൈപ്പിൽ ചെന്ന് വെള്ളം എടുക്കുക. കാരണം നമ്മളിപ്പോൾ പറയണോ പൈപ്പിൽ വല്ലപ്പോഴും ഒരിക്കലേ കിട്ടണത്. മനസ്സിലായില്ലേ? ഈ ഒരു അനുഭവത്തിൽ കൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഉപദേശം കുറച്ച് പഴഞ്ചൻ. ഞാൻ പറയാം, നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പെൺപിള്ളേരെ വിളിയിൽ പോകും, പഠിക്കാനൊക്കെ പോകും. 6 മണി കഴിഞ്ഞാൽ ആ ബസ് സ്റ്റോപ്പിൽ ഒരാളെ എന്ത് ചെയ്യും? നിർത്തും. നടന്ന് TPN ചർച്ച് വരെ വരണം. അപ്പോൾ TPN ചർച്ചിൻ്റെ നേരെ ഫ്രണ്ടിലാണ് എൻ്റെ അമ്മയുടെ വീട്. ആ കടയും വീടും എല്ലാം കൂടെ. അത്രയും ദൂരം നടന്നു വരുമ്പോൾ ആരെങ്കിലും താമസിച്ച് 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് വീട്ടിൽ ഒരാണിനെ ബസ്സിലൊന്നിറങ്ങി ഈ പെൺകുട്ടിയും കൂട്ടി വരാൻ. ഇന്ന് പറഞ്ഞാൽ പറയുന്ന അവന് ഭ്രാന്തേ, അവന് വട്ടളയി കിടക്കണ്. അത് കണ്ട് പീഡനം കൂടിക്കൊണ്ടിരിക്കണം. പിതാക്കന്മാരിട്ട ഒരു അതിരുണ്ട്. അത് എന്ന് നീയൊക്കെ മാറ്റിയോ അന്ന് തുടങ്ങി. അങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ, സദൃശവാക്യം 22:28. പിതാക്കന്മാരിട്ട അതിര് മാറ്റരുത്. ഇപ്പൊ രാത്രി സഞ്ചരിക്കണതാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അപ്പൊ നമ്മൾ ആരായി? മൃഗമായി. മനുഷ്യനായില്ല, മൃഗമായി. അങ്ങനെ ഇട്ടിട്ട് എഴുതില്ലേ ഒരു വാക്യം? നീ
നീ മാറ്റരുത്. പിതാക്കന്മാർ ഇട്ടിട്ടുണ്ട് ഒരു അതിര്, കുടുംബജീവിതത്തിനൊരതിര്, വ്യക്തികൾക്കൊരതിര്, നിന്റെ ജീവിതത്തിനൊരതിര്. ആ അതിര് നീ എന്ന് മാറ്റിയോ അന്ന് നിന്റെ നാശവും തുടങ്ങി. ഇവിടെ കർത്താവ് മൗനമായി, നമുക്കൊരു മാതൃക വെച്ചു. അടുത്തൊരു പോയിന്റൂടെ വായിച്ചോ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. കണ്ടോ, മൗനമായവനെ, നീ മൗനമായാൽ നിന്നെ ഏറ്റവും ഉയർത്തുന്ന ദൈവം. അതുകൊണ്ട് അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായ നാമമാക്കി. എന്നിട്ട് എത്ര ലോകം? എത്ര ലോകം? 3 ലോകം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നമ്മൾ കസേരയിലിരുന്ന് ന്യായം വിധിക്കുമെന്ന്? ഈ 3 ലോകത്തിലുള്ളവരും വരും നമ്മളെ ന്യായം വിധിക്കുക. കസേര കിട്ടിയ, ഇല്ലെങ്കിൽ അവരെ കൂട്ടത്ത് നിൽക്കും. വിശ്വാസമുണ്ടാ? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളും 12 ഗോത്രങ്ങളെയും, നിങ്ങളല്ലോ എൻ്റെ പരീക്ഷയിൽ എന്നോടുകൂടെ നിലനിന്നവർ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം വിഭജിച്ചു തരുമ്പോൾ ഞാനും നിങ്ങൾക്ക് രാജ്യം വിഭജിച്ചു തരും. അന്ന് നിങ്ങൾ കസേരകളിലിരുന്ന് 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, നീ മൗനമായി ദൈവസന്നിധിയിൽ ദൈവഹിതത്തിന് ഏൽപ്പിച്ചതോട് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ കൈവിടില്ല. രണ്ടാമത് ദാവീദിന്റെ പ്രാർത്ഥന, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എന്താണ്? ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. ഈ പലരും സഭയ്ക്കകത്ത് ഇപ്പൊ ഹല്ലേലൂയ, ഞാൻ പറയാം, അഭിനയിക്കുക. ജീവിതം എന്ത് ചെയ്യുന്നുണ്ട്? അഭിനയമാണ്. പുറമേ ഒന്ന്, അകമേ ഒന്ന്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ഭയങ്കര സ്നേഹം നടിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിനകത്ത് എന്തില്ല? ഒരു സ്നേഹവുമില്ല. നടിക്കുക, അഭിനയിക്കുക. ഇത് ഇന്നും ഇന്നലെയല്ല. ശലോമോൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സാക്ഷ്യവാക്യങ്ങൾ 26-ാം അധ്യായം ഇടാം. എൻ്റെ 23 തൊട്ടൊന്ന് വായിച്ചേ. കണ്ട, സ്നേഹം ജ്വലിക്കുന്ന അതരം. ഓ എടാ, ഒഴിച്ചില്ലേ? ആകാരം പിടിച്ചില്ലേ? അയ്യോ, എന്തോളെ കുടിക്കാത്തത്? ഈ പറഞ്ഞിരുന്ന കണ്ട് പറയുന്നു, അവളെ കുടിച്ചില്ലേ എന്തരി? അവിടെ കിടന്ന് തലഞ്ഞാ എനിക്ക് എന്തരി? ചെന്ന് ചോദിച്ചത് എന്തിനാണ്? ഞാൻ ഇത് പലരെയും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. സത്യം പ്രിയ ദൈവമക്കളെ, ഇവരെയൊക്കെ കാണുമ്പോൾ കഴുത്തി ധരിച്ച് കൊന്നുകളയാനാണ് തോന്നുന്നത്. ഇതൊക്കെ എന്തിനു കിടക്കണ ഈ അഭിനയം? എന്തിനാ ഇത്? ആരെടുത്തായത്? എന്നെയും നിങ്ങളെയും കാണുന്ന ഒരു ദൈവം ഇല്ലേ? അടുത്തതാ എഴുതിക്കണം, വായിച്ച സിസ്റ്ററെ. ആദരം കൊണ്ട് വേഷം ധരിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ പകയ്ക്കുന്നവനാ, ഉള്ളിൽ ചതിവ് സംഗ്രഹിച്ചു വയ്ക്കുന്നുണ്ട്.
അവ ഇൻപമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്. അവന്റെ ഹൃദയത്തിൽ എത്ര വെറുപ്പ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. 7 വെറുപ്പും വെച്ചോണ്ടാണ് എന്ത് ചെയ്യണത്? ഇൻപമായി സംസാരിക്കണത്. സത്യം ഞാൻ പറയാനുള്ളത് മുറത്ത് നോക്കി പറയും. ദേഷ്യം ഉണ്ടെങ്കിലും പറയും, സ്നേഹം ഉണ്ടെങ്കിലും പറയും. എനിക്ക് പുറമേ സ്നേഹം കാണിക്കാനും അറിഞ്ഞൂടാ. അതുകൊണ്ട് എല്ലാവർക്കും എന്താണ്, എന്നെ കാണുന്ന ക്രൂരനായ എനിക്കതിൽ കുഴപ്പവുമില്ല. എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. പുറത്ത് പറയണത് എന്നെ അകത്തും പറയും, അകത്ത് പറയണത് എന്നെ പുറത്തും പറയും. അതിനകത്ത് ഒളിച്ചു വെപ്പൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഈ സ്വഭാവമുള്ളതിൽ ഏറ്റവും കൂടുതൽ കയറി പറ്റിയിരിക്കുന്നത് എവിടെയാണ്? ആലയത്തിനകത്താണ്, ദൈവസന്നിധിയിലാണ്. അവരെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ശപിക്കപ്പെട്ടവരെ എന്ന്, അല്ലേ? മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം തൊട്ട് 41 വരെ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേ. അപ്പൊ ആലയത്തിൽ എത്ര പേരുണ്ട്? ചെമ്മരിയാടുമുണ്ട്, കോലാടുമുണ്ട്. ഇവർ രണ്ടുപേരെയും ദൈവം വേർതിരിക്കും. ചെമ്മരിയാടുകളെ വലത്തും നിർത്തും, കോലാടുകളെ ഇടത്തും നിർത്തും. അപ്പം വലത്തുള്ളവർക്ക് എവിടെ സ്ഥാനം? പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട, ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവരുടെ സ്ഥലത്ത്, ലോകസ്ഥാപനത്തിന് അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവരുടെ സ്ഥലത്തേക്ക് ഈ വലത്തുള്ളവർ മാറപ്പെടും. അപ്പൊ ഇടത്തുള്ളവരെ കൊണ്ട് പോകും. വായിച്ചേ. അപ്പൊ നമുക്ക് വേണ്ടി എപ്പോഴേ ഒരുക്കിയിട്ടുണ്ട്? ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഉണ്ടാക്കുന്നതിന് മുമ്പേ നമുക്ക് ചില അനുഗ്രഹങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ല, ഇതൊക്കെ ചെയ്യുന്നുണ്ടാ? ഇവിടെ ഒരു ഇത് ഇട്ടിട്ടുണ്ട്, എന്നോ എൻ്റെ മോനാണ് മാസത്തിലൊരിക്കുക ചാരിര അഗതിയൊക്കെ ആഹാരം കൊടുക്കണമെന്ന്. വല്ലതും ചേർത്തുകൊണ്ടാ? നമ്മൾ കുറെ പാടിയിട്ടുണ്ട്, കുറെ പ്രസംഗിച്ചിട്ടുണ്ട്, കുറെ അന്യഭാഷ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ നീ എവിടെ പോകും? പിടികിട്ടിയാ? അടുത്ത് പോകാറുണ്ടാ? ഇവിടെ ഇപ്പൊ രോഗികളായിട്ട് ലളിത രോഗിയായിട്ടായിരുന്നു. ആരൊക്കെ വന്ന്? ഞാനും വന്നില്ല, ഞാനും കിടന്ന് പോട്ടെ, അത് കണ്ട് ഞാൻ വന്നില്ല. ആരൊക്കെ വന്ന്? അപ്പൊ ഈ വരാത്തവരൊക്കെ ഏത് ഗണത്തിൽപ്പെട്ടത്? ഇതല്ലേ വിഷയം? നീ ഏത് ഗണത്തിൽപ്പെട്ട്? ശപിക്കപ്പെട്ടവരുടെ ഗണത്തിൽ പെട്ടാ? അപ്പൊ ഇത്രയും ദിവസം പാടിയത്, പ്രാർത്ഥിച്ചത്, അന്യഭാഷ പറഞ്ഞത്, ദശാംശം വെച്ചത് എല്ലാം വെറുതെ ആയാ? ഒറ്റ ദിവസം കൊണ്ട്. ഞാൻ പറയാം പ്രിയ ദൈവങ്ങളെ, ഞാൻ ഈ പല കാര്യങ്ങളും കണ്ടുപഠിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെ വീട്ടിനടുത്ത് കേസരി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി ആർക്കും പൈസ കൊടുക്കാൻ മടിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ശമ്പളം വാങ്ങിച്ച ഉടനെ
കൊണ്ടുവന്ന് ഭാര്യരെല്ലാം അങ്ങ് കൊടുക്കും. നീ വെച്ചോടി കൊടുത്തിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചാണ് വണ്ടിക്കൂലി. തിരുവനന്തപുരത്ത് ചാലയിലെ യൂണിയനിലുള്ള CIT യൂണിയൻ്റെ ആളാണ്. 30,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം ഭാര്യരെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പം പിന്നെ നോക്കടാ ജോർജ് അണ്ണ സുഖമല്ലാടക്കട ഇത്തിരി മരുന്ന് വാങ്ങിക്കാം 50 രൂപ ഓർഡ എല്ലാം ആരെയല്ലേ കൊടുത്ത്? എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും ഒന്നും കൈയൊഴിഞ്ഞ് ജീവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പം തൻ്റെ അപ്പൻ്റെ സഹോദരിയുടെ മുറയ്ക്കുമാവൻ്റെ മോള് സുഖമില്ലാതായപ്പം അവൾക്കങ്ങ് ചെന്ന് ഇങ്ങനെ ആ വീട്ടിൽ പെയ്യപ്പോഴേ ആണ് കാണുന്നത് ഇവിടെ അവസ്ഥ കണ്ടപ്പം ഇവളെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാത്തവരെ പൈസ കൊടുക്കണമല്ല, എന്തിനു ചെയ്യാം? ഭാര്യയിൽ ചോദിച്ചാൽ അവൾ കൊടുക്കുകയില്ല. കൂട്ടി താക്കോല് വെച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന് സ്വന്തം പൈസയെ മോട്ടിച്ചെടുത്ത് കൊണ്ടുവന്ന് ഡേസി ആൻറ്റിക്ക് പൈസ കൊടുത്തു ആശുപത്രിയിൽ പോകാൻ. ഇവൾ ചിട്ടി പൈസയൊക്കെ കൊടുത്തിട്ട് വന്ന് അടുത്ത് നോക്കിയപ്പം കാണാം, മീനാക്ഷി നോക്കിയപ്പം പൈസ കുറവ്. അട്ടിയിലന്ന് പോയിരിക്കണം 2000 രൂപ പോയിരിക്കണം. മീനാക്ഷി എല്ലാവരെയൊക്കെ അറിയാം അങ്ങ് ഉടക്കാൻ തുടക്കി. വീട്ടിൽ ഇരുന്ന ഉടക്കി വന്നപ്പം ഒന്നും മിണ്ടിയില്ല. വല്ല മിണ്ടിയ ഇവനും കിട്ടും. അപ്പം മിണ്ടാതെ ഇരുന്നിട്ട് അടുക്കളയിൽ അവൾ പുറുപുറുത്ത് നിൽക്കുകയാണ്. പൈസ പെയ്യെന്നുള്ള പെറുപുറുപ്പോടെ നിൽക്കണം. എന്നപ്പോൾ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ്, ഡീ ഞാൻ ഒരു കാര്യം പറയട്ടെടി, ഞാൻ ഗ്രാസേരിയ വീട്ടിൽ പോയിരുന്നു. അവിടെ പോയപ്പോൾ ഇത്രയും ക്ഷീണമായിട്ട് ഞാൻ കണ്ട്. അതുകൊണ്ട് ഞാൻ തന്ന പൈസയൊന്ന് 2000 രൂപ എടുത്ത് ഞാനാണ് കൊണ്ടുപോയത്. അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, മറ്റേ വലിയ ചീനിച്ചട്ടി ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ചീനിച്ചട്ടിയല്ല, അലുമിനിയം ചീനിച്ചട്ടിയല്ല, മറ്റേ കാസ്റ്റേണിലുള്ള ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുവിടാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇത് ചെന്ന് പറയണത്, എടാ ദുഷ്ട എന്ന് പറഞ്ഞു ഒരു പിടിയിൽ ഒരു കാതിൽ ചീനിച്ചട്ടി എടുത്തിട്ട് ഒറ്റയാടി. എവിടെ? നെഞ്ചി തന്നെ കിട്ടി. കേസരി എണ്ണം മറിഞ്ഞു വീഴുന്നു. ആശുപത്രി കൊണ്ടുപോയി. കുഴപ്പമൊന്നുമില്ല, വിൽസിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ കേട് മാറിയില്ല. 2 മാസം പോലും തികച്ച് ചെയ്യില്ല, ആള് മരിക്കുകയും ചെയ്തു. ഏത് പൈസയിൽ മരിച്ചത്? സ്വന്തം പൈസയിൽ. മറ്റുള്ളവർക്ക് കൊടുക്കാൻ, മറ്റുള്ളവർ രോഗിയായി കിടന്നാൽ ഒരു കിലോ ആപ്പിൾ വാങ്ങിച്ചോണ്ടൊന്ന് കൊടുക്കാൻ മടിച്ചിട്ട് നീ അഭ്യാസം കാണീര്, അത് നിനക്ക് വിനയാവും. ഞാനിതൊക്കെ കണ്ടുപഠിച്ചതാ, നേരിട്ട് പഠിച്ചതാ. എൻ്റെ ഭാര്യയ്ക്കും അറിയാം മീനാക്ഷി, അവനും അറിയാം മീനാക്ഷി. ഇവരെ നിന്ന് ജനിച്ചപ്പോൾ കേസരി എന്ന് പറയുന്ന വ്യക്തി എന്തില്ല ഭൂമി മുഖത്ത് ഇല്ല. ഇന്നും മീനാക്ഷി ജീവിച്ചിരിപ്പുണ്ട്. ഓർമ്മയൊക്കെ പോയി. ചിലരുടെയൊക്കെ ഫീസടിച്ച് പോണത് ഇതൊക്കെ കൊണ്ടാ. ഓർമ്മയൊക്കെ അടിച്ചു പോണത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കൂല, പിടിച്ചു വച്ചിരുന്ന് നമ്മൾ പറയാം, അയ്യോ അവരെ ഓർമ്മ പെയ്യതല്ല ദൈവം പോയിച്ചത്. ദൈവം പോയിച്ചതോ? നീ പോകേണ്ടവരെ പോകണം, കാണേണ്ടവരെ കാണണം, കൊടുക്കേണ്ടത് നീ കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ പ്രിയ ദൈവമക്കളെ, എനിക്ക് മറ്റേ മോൻ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ നന്മയുടെ അവകാശം ഇവൻ മാത്രമല്ല. അപ്പം ഞാൻ എല്ലാം അങ്ങ് എന്ത് ചെയ്തിട്ടുണ്ട്, നീ നോക്കി നടത്തണേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി ഒരിടത്തും പോകാൻ മതി എന്ന് പറഞ്ഞു. മറ്റവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ വിൽസൺ ബ്രദറെ? നമ്മുടെ നന്മ 3 മക്കൾ 4 മക്കളോ 5 മക്കളോ ഉണ്ടെങ്കിൽ 5 പേർക്ക് തുല്യമായി കൊടുക്കാത്ത ഏതപ്പനും അമ്മയും ഓർമ്മ പോവും.
ഓർമ്മപ്പൈ ആ കൊടുത്തവൻ്റെ കയ്യിൽ നിന്ന് ആടിയോര കിട്ടിയെന്ന് വരും. ഇത് ദൈവം വയ്ക്കുന്നത്. മനുഷ്യരതിൽ നമ്മൾ പ്രയാസപ്പെട്ടിട്ട് ഒരു കാര്യവും ഓർമ്മ പോവും. ഇവിടെ പറയുന്നു, ദാവീദ് പറയുന്നു, ഇങ്ങനെയുള്ള ദുഷ്ടന്മാരോട് കൂടെ എന്നെ എന്ത് ചെയ്യരുത്, വലിച്ചുകൊണ്ട് പോകരുത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം നമ്മുടെ കൂടെ ഉള്ളതിൽ ആരൊക്കെയാണ് ദുഷ്ടന്മാരെന്ന്. അറിഞ്ഞൂടെ? ഇവരോടെ വലിച്ചോണ്ട് പോകരുത്. ഇവരോട് നമ്മളെ ചേർക്കരുത്. കാരണം ഇവരോടെ ചേർത്താൽ ഇവരോട് നമ്മൾ എവിടെ പോകും? നമ്മുടെ സഭയ്ക്കകത്ത് 10-16 പേരേ ഉള്ളൂ. ഇത്തിരി രോഗിയായ കിടന്നാൽ ചെന്ന് നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പവും. ഒരു ദിവസം ചിലരുണ്ട്, അപ്പുറത്ത് പോകുമ്പോൾ ഇപ്പുറത്തോടെ ഒരു ഉന്ത്, ഒരു ഗുണവുമില്ല. ഇതൊക്കെ എഴുതി വയ്ക്കും ദൈവം. തള്ളിൻ്റെ കൂട്ടത്തൊരു ഉന്തും കൂടെ കൊടുത്തിട്ട് പോയി കാണുന്നവര്. ഞാൻ അതുവഴി പോയി, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞെടുത്ത് ചോദിക്കാം, എവിടെ പോയിട്ട് വന്നെന്ന്. രാജവണ്ണം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ പോയിട്ട്? അണ്ണൻ പറഞ്ഞ് നെല്ലിയോട് കടയിൽ പോകാൻ അന്നെൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കയറി വന്നെന്ന്. ഉന്തിൻ്റെ കൂട്ടത്തൊരു തള്ള്. ഞാൻ ചോദിക്കും, എൻ്റെ കൂടെ എന്നെ കാണാൻ പറഞ്ഞവരുടെ അടുത്ത് ചോദിക്കും, എവിടെ പോയിട്ട് വരണമെന്ന്. അപ്പോഴവർ പറയും എൻ്റെ അടുത്ത്, അവരറിയണില്ലല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ചോദിക്കണതെന്ന്. അത് സ്തോത്രം. ഉന്തിൻ്റെ കൂട്ടത്ത് തള്ളുമായിട്ട് വന്നാൽ അത് ദുഷ്ടൻ്റെ പട്ടികയിൽ നീ അകപ്പെടാം. ഈ രണ്ട് അനുഭവത്തിലേക്ക് പോകാതിരുന്നാൽ സങ്കീർത്തനത്തിൻ്റെ 8-9 വാക്യമാര് നോക്കണമേ, ദൈവം തന്റെ ജനത്തിന് ബലമാകും. നിങ്ങളെ ശുശ്രൂഷിക്കണ ദൈവദാസനായ ഞാനും രക്ഷ അനുഭവിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബലമില്ല, എനിക്ക് രക്ഷയില്ല. പിടികിട്ടിയാ? നിങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ എനിക്ക് രക്ഷയുള്ളൂ. നിങ്ങൾക്ക് ബലമില്ലെങ്കിൽ എനിക്ക് രക്ഷയും. അപ്പം നിങ്ങൾക്ക് ബലമുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറയണത്. ആത്മീയമായ ബലം ഉണ്ടാകണം, ഭൗതികമായ ബലം ഉണ്ടാകണം. എങ്കിലല്ലേ എനിക്ക് രക്ഷയുണ്ടാവും. അടുത്ത 9-ാമത്തെ വാക്യം നോക്കണമേ, അതോടുകൂടി ദൈവജനത്തിന്റെ അവകാശത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. പ്രാർത്ഥനയുടെ ലക്ഷ്യം മനസ്സിലായോ നിങ്ങൾക്ക്? ദൈവജനത്തിന്റെ അവകാശം അനുഗ്രഹിക്കപ്പെടണം. മക്കൾ യഹോവ നൽകുന്ന ദാനം, ഉദരബലം അവൻ നൽകുന്ന അവകാശം, പ്രതിഫലം. ഇത് അനുഗ്രഹിക്കപ്പെടണം. ഇത് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യവും നമ്മളിൽ നടക്കണം. നടന്നാൽ മാത്രമേ ദുഷ്ടന്റെ കൂട്ടത്തിൽ നമ്മെ വലിച്ചോണ്ട് പോകരുത്. നിനക്ക് പ്രതികൂലം വരുമ്പോൾ നീ മൗനമായി ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറുണ്ടെങ്കിൽ നിനക്ക് ബലം ലഭിക്കും. നിന്റെ അവകാശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും.